ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്യാരറ്റ് കുംസ് റെസിപ്പി ആയിട്ടാണ്. ക്യാരറ്റ് പോള എന്നും പറയും. അപ്പോൾ ക്യാരറ്റ് കുംസ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനാവശ്യമായിട്ട് ഞാനിവിടെ 5 ക്യാരറ്റ് മീഡിയം സൈസിൽ ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നല്ലവണ്ണം വൃത്തിയായി കഴുകിയിട്ട് കുക്കറിൽ ഒരു വിസിൽ വരുന്നവരെ വേവിച്ചു. അതിനുശേഷം ഞാനത് വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. അതങ്ങനെ മാറ്റി വെച്ചു. കുംസ് ആക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നിങ്ങളെ കമൻറ്റും രേഖപ്പെടുത്തണേ. ഇനി ഇതിനാവശ്യമായ മിക്സ് തയ്യാറാക്കണമല്ലോ. അപ്പം ഞാനിവിടെ 3 മുട്ട ഒരു ജാറിലേക്ക് പൊട്ടിച്ചിടാണ്. മുട്ട പൊട്ടിച്ചതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ച ക്യാരറ്റും കൂടി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ശേഷം 2 ടേബിൾ സ്പൂണോളം മൈദയും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശേഷം ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മധുരം കൂടി ചേർക്കാണ്. ഞാനിവിടെ 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി മിൽക്ക് പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നീട് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മധുരം ബാലൻസ് ചെയ്യണമല്ലോ, അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് പിന്നെ ഏലക്കപ്പൊടി ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്തത് എല്ലാം കൂടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈനായിട്ട് ഇതാ അടിച്ചെടുത്തിട്ട് കാണും പോലെ അടിച്ചെടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഒന്നും ചേർത്തിട്ടില്ല, പാല് ചേർത്തിട്ടില്ല, പാൽപ്പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പാൽപ്പൊടിക്ക് പകരം വെള്ളം ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ പാല് ഒരു 2 ടേബിൾ സ്പൂണോളം പാല് ചേർക്കാം. ഈ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം കൂടിയാൽ വെന്ത് കിട്ടില്ല, എല്ലാം പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ തന്നെ എടുക്കാൻ നോക്കാം. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലവണ്ണം ചൂടായതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂണോളം മിൽമ ഗീ ആഡ് ചെയ്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ഞാൻ റൈസിൻസും അതുപോലെ കശുവണ്ടിയും മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതേ പാനിലേക്ക് 1 ടീസ്പൂൺ ഗീയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം ചൂടായതിനു ശേഷം കൂട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ ടാപ്പ് ചെയ്യാം കേട്ടോ. അതിലുള്ള ആ ബബിൾസൊക്കെ അങ്ങ് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ്. ശേഷം ചെറു തീയിൽ മൂടി അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. 5 മിനിറ്റിന് ശേഷം നമുക്കത് തുറന്ന് നോക്കാം. നേരത്തെ നമ്മൾ മൂപ്പിച്ചെടുത്ത കാഷ്യൂ റൈസിൻസും ഒരു ഡെക്കറേഷന് വേണ്ടി മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം കുറച്ചിട്ട് ഒരു 15 മിനിറ്റ് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഈ സമയം അടിക്ക് പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു പാൻ കൂടി അടിയിൽ വെച്ചിട്ട് ഇത് മുകളിലേക്ക് വെച്ചാലും കത്തിപ്പോവില്ല കേട്ടോ. ഞാനിപ്പോൾ ഒന്നും വെച്ചിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ വേവിച്ചതാണ്. ഇപ്പോൾ ഒരു ഭാഗം നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തണിഞ്ഞതിന് ശേഷം വേറൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്തിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ക്യാരറ്റ് കുംസ് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു 2 മിനിറ്റ് വരെ വേവിച്ചാൽ മതിയാകും. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ആ ചൂടിൽ തന്നെ വെന്തോളൂ. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് കുംസ്, ക്യാരറ്റ് പോള ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക.
നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ കമൻറ്റും കൂടി രേഖപ്പെടുത്തുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ.